കിച്ചൺ ഡയറീസിൻ്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഞാൻ തയ്യാറാക്കുന്നത് ഗ്രിൽഡ് ചിക്കനാണ്. ഇവിടെ ഞാൻ 5 കിലോ അളവിൽ ചിക്കൻ എടുത്ത് നന്നായി വാഷ് ചെയ്ത് അതിൻ്റെ വെള്ളമെല്ലാം കളഞ്ഞതിന് ശേഷം മസാലയിൽ തേച്ച് നന്നായിട്ട് പുരട്ടിയെടുക്കുന്നുണ്ട്. ഇതെങ്ങനെയാണ് ഉണ്ടാക്കുന്നത് നമുക്ക് നോക്കാം. പിന്നീട് ഒരു വലിയ പാനിലേക്ക് 2.5 ടീസ്പൂൺ അളവിൽ മഞ്ഞൾപ്പൊടിയും 5 ടേബിൾ സ്പൂൺ അളവിൽ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റും 10 ടീസ്പൂൺ അളവിൽ ഉപ്പും ചേർത്തിട്ടുണ്ട്. പിന്നീട് ഇതിലേക്ക് 3 ടേബിൾ സ്പൂൺ അളവിൽ നാരങ്ങ നീരും 7 ടേബിൾ സ്പൂൺ അളവിൽ കാശ്മീരി മുളക് പൊടിയും ഇതിനകത്തേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നീട് ഇതിനകത്തേക്ക് അധികം പുളിയില്ലാത്ത നല്ല കട്ടിയുള്ള തൈരാണ് ചേർത്ത് കൊടുക്കുന്നത്. ഇവിടെ ഞാൻ 2.5 കപ്പ് അളവിൽ തൈര് ഇതിനകത്തേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഞാനിവിടെ 5 കിലോ ചിക്കൻ മാരിനേറ്റ് ചെയ്യുന്നത് കൊണ്ടാണ് ഇത്രയും ഇൻഗ്രീഡിയൻസ് ചേർത്ത് കൊടുക്കുന്നത്. അപ്പോൾ നിങ്ങൾ ഇതിൻ്റെ പകുതി അളവിലാണ് ചെയ്യുന്നതെങ്കിൽ ഇൻഗ്രീഡിയൻസ് എല്ലാം പകുതിയാക്കി യൂസ് ചെയ്താൽ മതി. അപ്പോൾ തൈര് ഇതിനകത്തേക്ക് ചേർത്തതിന് ശേഷം പിന്നീട് ഞാൻ ഇതിനകത്തേക്ക് ചേർത്ത് കൊടുക്കുന്നത് പിന്നീട് 3 ടീസ്പൂൺ അളവിൽ നല്ല ജീരകം പൊടിച്ചത് ഇതിനകത്തേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതിനുശേഷം 1.5 ടേബിൾ സ്പൂൺ അളവിൽ കസൂരി മേത്തി എടുത്ത് അതൊന്ന് കയ്യിൽ വെച്ച് ഞെരടിയിട്ടാണ് ഞാൻ ഇതിനകത്തേക്ക് ചേർത്ത് കൊടുക്കുന്നത്. അതിനുശേഷം 4 ടേബിൾ സ്പൂൺ അളവിൽ ഓയിലും കൂടെ ഇതിനകത്തേക്ക് ചേർത്തിട്ടുണ്ട്. പിന്നീട് ഞാൻ ഇതിനകത്തേക്ക് 5 ടീസ്പൂൺ അളവിൽ തന്തൂരി മസാല ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നീട് 5 ടീസ്പൂൺ അളവിൽ കുരുമുളക് പൊടിയും ഇതിനകത്തേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് അധികം എരിവ് വേണ്ട എങ്കിൽ നിങ്ങൾക്ക് അതിനനുസരിച്ച് കുരുമുളക് പൊടിയുടെ അളവെല്ലാം കുറയ്ക്കാവുന്നതാണ്. അതിനുശേഷം ഇത് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം. അപ്പോൾ നിങ്ങൾക്ക് ഇത് ഒരു സ്പാറ്റില യൂസ് ചെയ്ത് മിക്സ് ചെയ്തതിന് ശേഷം കൈകൊണ്ട് നന്നായിട്ട് കുഴച്ചെടുക്കാവുന്നതാണ്. മസാല നന്നായി മിക്സ് ചെയ്തതിന് ശേഷം നമ്മൾ നേരത്തെ കഴുകി മാറ്റി വെച്ചിരുന്ന ചിക്കൻ്റെ പീസ് നമുക്ക് ഇതിനകത്തേക്ക് ചേർത്ത് കൊടുക്കാം. അപ്പോൾ അതിൻ്റെ ആ വെള്ളമെല്ലാം ഒരു സ്ട്രെയിനറിൽ വെച്ച് ഞാൻ കളഞ്ഞതിന് ശേഷമാണ് പീസ് മാത്രം ഇതിനകത്തേക്ക് ചേർത്ത് കൊടുക്കുന്നത്. ഇവിടെ ഞാൻ തൊലി നീക്കിയതിന് ശേഷമാണ് ചിക്കൻ എടുത്തിരിക്കുന്നത്. നിങ്ങൾക്ക് തൊലിയോട് കൂടെ തന്നെ ഉപയോഗിക്കാവുന്നതാണ്. അപ്പോൾ ആ ചിക്കൻ്റെ എല്ലാ പീസിലും മസാല എത്തും വിധം നന്നായിട്ട് തന്നെ ഇത് മിക്സ് ചെയ്തെടുക്കണം. പിന്നെ ഇത് മിക്സ് ചെയ്തതിന് ശേഷം ഒരു 5-6 മണിക്കൂർ റെസ്റ്റ് ചെയ്തതിന് ശേഷം ഉണ്ടാക്കുമ്പോഴാണ് കൂടുതൽ ടേസ്റ്റ് കിട്ടുക. കാരണം ആ മസാലയെല്ലാം ചിക്കൻ്റെ പീസിൽ നന്നായി പിടിച്ച് കിട്ടുന്നതിന് കുറച്ച് ടൈം റെസ്റ്റ് ചെയ്യാൻ വെക്കണം. ഞാനിവിടെ ഒരു 12 മണിക്ക് ആണ് മസാല ഇത് പുരട്ടി വെച്ചിരുന്നത്. അപ്പോൾ ഇത് ഗ്രിൽ ചെയ്യുന്ന സമയം ഏകദേശം 6 മണിയോളം ആയിട്ടുണ്ട് വൈകുന്നേരം. അപ്പോൾ അത്രയും സമയം റെസ്റ്റ് ചെയ്തതിന് ശേഷമാണ് ഞാനിവിടെ ഗ്രിൽ ചെയ്യാൻ എടുക്കുന്നത്. അപ്പോൾ ഇത് മസാല എല്ലാം എല്ലാ ഭാഗത്തും എത്തുന്ന വിധത്തിൽ നന്നായിട്ട് തന്നെ മാരിനേറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. അതിനുശേഷം നിങ്ങൾക്ക് വേണമെങ്കിൽ ഇത് ഫ്രിഡ്ജിൽ താഴെ സൂക്ഷിക്കാവുന്നതാണ്. ഫ്രീസറിൽ വെക്കേണ്ട ആവശ്യമില്ല. അപ്പോൾ ഫ്രിഡ്ജിലേക്ക് നമ്മൾ ഇത് സെറ്റ് ചെയ്യാൻ വെച്ച് കഴിഞ്ഞാൽ മസാലയെല്ലാം നന്നായി ഇതിലേക്ക് പിടിച്ച് കിട്ടുന്നതാണ്. ഒരു ഗെറ്റ് ടുഗദറിന് വേണ്ടിയിട്ടാണ് ഞാൻ ഈ രീതിയിൽ മസാല ചെയ്ത് എടുത്തിരിക്കുന്നത്. അപ്പോൾ കഴിച്ചവരെല്ലാം നല്ല അഭിപ്രായമാണ് പറഞ്ഞിരുന്നത്. അതുകൊണ്ട് അത് നിങ്ങളുമായി ഒന്ന് ഷെയർ ചെയ്യാമെന്ന് കരുതി. ഇതിന് വേണ്ടിയിട്ട് ഒരു ട്രേ എടുത്തതിന് ശേഷം അതിന് മുകളിലായിട്ട് ഗ്രില്ല് ഞാൻ വെച്ച് കൊടുത്തിട്ടുണ്ട്. അതിന് മുകളിലായിട്ട് ചിക്കൻ്റെ പീസ് നമുക്ക് നിരത്തി വെച്ച് കൊടുക്കാം. അപ്പോൾ ചെറിയ പീസായി കട്ട് ചെയ്തത് കൊണ്ട് തന്നെ കുക്ക് ചെയ്യാൻ പെട്ടെന്ന് കുക്കായി കിട്ടുകയും ചെയ്യും. അപ്പോൾ ഈ സമയത്ത് തന്നെ ഞാൻ ഓവൻ പ്രീഹീറ്റ് ചെയ്യാൻ വേണ്ടി ഓൺ ചെയ്ത് വെച്ചിട്ടുണ്ട്. 190 ഡിഗ്രി സെൽഷ്യസിൽ 10 മിനിറ്റ് പ്രീഹീറ്റ് ചെയ്ത ഓവനിലേക്കാണ് ഞാൻ ഈ ഗ്രില്ല് വെച്ച് കൊടുക്കുന്നത്. അപ്പോൾ ഞാനിത് ഓവനിലേക്ക് മാറ്റുന്നുണ്ട്. അപ്പോൾ 200 ഡിഗ്രി സെൽഷ്യസിൽ 25 മിനിറ്റ്സ് ആണ് ഞാനിവിടെ ഓവൻ സെറ്റ് ചെയ്ത് വെച്ചിരുന്നത്. ആ ടൈം കംപ്ലീറ്റ് ആകുമ്പോഴേക്കും ചിക്കൻ എല്ലാം ആവശ്യത്തിന് കുക്കായി കിട്ടിയിരുന്നു. അപ്പോൾ നിങ്ങളെല്ലാവരും ഈ രീതിയിൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഹോൾ ചിക്കൻ ഗ്രിൽ ചെയ്യുന്ന വീഡിയോയും ഞാൻ ചാനലിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. കാണാത്തവർ അതെടുത്ത് കാണുക.
അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഫ്രണ്ട്സിനും ഫാമിലിക്കും എല്ലാം ഷെയർ ചെയ്ത് സപ്പോർട്ട് ചെയ്യുക.